ഹായ് ഹലോ എവ്രി വൺ. സോ ടുഡേ ഞാൻ വന്നിട്ടുള്ളത് ഒരു ബിഗ് നെയ്ക്ക ഹോളായിട്ടാണ്. ഒരുപാട് പ്രൊഡക്ട്സ്, എസ്പെഷ്യലി ന്യൂ പ്രൊഡക്ട്സ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാൻ ഇത്രയും ഈ പ്രൊഡക്ട്സ്, ഈ ബ്രാൻഡ്സിൻ്റെ നമ്മൾ ബ്രൈഡ്സിന് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ബ്രാൻഡ്സ് അല്ല ചൂസ് ചെയ്യുക, നമ്മളൊന്നുകൂടെ ഹൈ എൻഡ് ആയിട്ടുള്ളതാണ് പോവുക. ബട്ട് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എനിക്കറിയാം നമ്മളുടെ സ്കിൻ ആൻഡ് നമ്മൾ ചെയ്യുന്ന മെത്തേഡിലാണ് എല്ലാം ഇരിക്കുന്നത്, അല്ലാതെ മെയിനായിട്ട് പ്രൊഡക്ട്സിലല്ല. ബട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈ എൻഡിക്ക് പോകുന്നത്. ബട്ട് നമുക്ക് എവ്രിഡേ മേക്കപ്പ് ലുക്കിനായാലും അല്ല, നമ്മൾ തനിയെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്ര എക്സ്പെൻസീവ് പ്രോഡക്റ്റ്സ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റിയ കുറച്ച് പ്രോഡക്റ്റ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും റിവ്യൂ എനിക്കറിയാം, പിന്നെ ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട്. ഞാൻ വന്നപ്പോൾ തന്നെ എല്ലാം അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ബട്ട് കുറച്ചുകൂടി എത്താനുണ്ട്. അതിൽ എത്താനുള്ളതിൽ അതുവരെ എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള, ഇത്രയും പ്രോഡക്റ്റ്സ് കയ്യിൽ വെച്ച് വെറുതെ നോക്കിയിരിക്കാനുള്ള പേഷ്യൻസ് ലെവലൊന്നും എനിക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അൺബോക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ്, ഇത്രയും ഉണ്ട്. ഇത്രയും പ്രൊഡക്ട്സാണ് നമുക്കിന്ന് അൺബോക്സ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് നൈക്ക, ഇത് മാത്രമേ ഉള്ളൂ നൈക്ക ലക്ഷറി സ്റ്റോറ് അങ്ങനെ വന്നിട്ടുള്ളൂ. ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ലക്ഷറി പ്രൊഡക്ട്സ് ആയിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇത് എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് ഗിഫ്റ്റായിട്ട് നൈക്ക, ഐ മീൻ പറ്റില്ല, എന്താ പറയുക, ഇതിന് ടോട്ടൽ എത്ര ബില്ലായി എന്ന് ചോദിക്കരുത്, കാരണം ഞാൻ തന്നെ കണക്ക് മെയിൻലി എനിക്ക് വരുന്ന ഏറ്റവും വലിയ മെസ്സേജസ് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ നമുക്ക് അഫോർഡബിളായിട്ട് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യാം എന്ന് ചോദിച്ചിട്ടാണ്. ഫോർ ബിഗിനേഴ്സ് ആണെങ്കിലും സെൽഫ് മേക്കപ്പ് യൂസിനാണെങ്കിലും ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുറച്ച് അഫോർഡബിൾ റേഞ്ചിലുള്ള കുറച്ച് കൂടുതൽ പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഇൻസ്പോ ആയിട്ട് കൊടുക്കാമല്ലോ, അതുകൊണ്ട്. ആൻഡ് ഈ ഒരു ബോക്സിൽ വന്നിരിക്കുന്നത് ഈ മാർസിൻ്റെ പഫാണ്. ഇതിൽ വരുന്ന ഈ പാക്കേജിൽ വരുന്ന ഓൾമോസ്റ്റ് ഐറ്റംസൊക്കെ മാർസിൻ്റെ ആണ് വരുന്നത്. ബിക്കോസ് ഞാൻ കുറേ ആയിട്ട്, അതായത് ഏറ്റവും അഫോർഡബിൾ ലെവലിലുള്ളതും ആൻഡ് നമുക്ക് കുറച്ച് ക്വാളിറ്റി ഉള്ളതും ആയിട്ട് വരുന്നത് മാർസാണ്. മാർസല്ല, ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്, സ്വിസ് ബ്യൂട്ടി, ഇൻസൈറ്റൊക്കെ ഉണ്ട്. പക്ഷേ മാർസാണ് ഇപ്പോൾ ഞാൻ കറൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് ലക്ഷറി ബോക്സിൽ വരാൻ കാരണം ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ അവരിത് എനിക്ക് കുറച്ച് സാമ്പിൾ അയച്ചു തന്നതാണ്. അതായത് സ്മാഷ് ബോക്സിൻ്റെ ഹെൽത്തി ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരിത്. ഇങ്ങനത്തെ കുറേ ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ട്. അത് ട്രാവൽ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഇത് കീപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ്, യൂസ് ചെയ്യുക, ത്രോ ചെയ്യുക, അത്രേ ഉള്ളൂ. സോ ഇതാണ് ഫസ്റ്റ് വരുന്നത്. ഇതൊന്നും ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തെന്നല്ലാതെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. നല്ല സോഫ്റ്റാണ്, ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നല്ല അഫോർഡബിൾ റേഞ്ചിൽ വരുന്നത്. അതായത് 129 ആണ് ഇതിന് വരുന്ന പ്രൈസ് വരുന്നത്. സോ നല്ലതാണ്. സോ നമുക്ക് അടുത്ത ബോക്സ് എടുക്കാം. നെക്സ്റ്റ് ഈ സ്മോൾ ബോക്സ്. ഇതിൽ വേറൊന്നുമില്ല. ഇതിൽ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. ഇത് മാർസിൻ്റെ തന്നെയാണ്. ഇത് ഞാൻ ഓൾറെഡി പിടിച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ട് പാക്കേജാണ്. അതായത് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, നമ്മളുടെ മേക്കപ്പ് പ്രോഡക്ട്സിലൊക്കെ ഏത് റേഞ്ചിൽ വരുന്ന മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണെങ്കിലും
അവർ ആ ഒരു ക്യൂട്ട് പാക്കേജിങ്, അതേപോലെ നമ്മളിങ്ങനെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന പാക്കേജിങ് അവർ എന്തായാലും ചെയ്യും. ഇത് ബെറി കിസ് എന്ന് പറഞ്ഞിട്ടുള്ള മാർസിൻ്റെ കളർ ചേഞ്ചിങ് ലിപ്പ് ഓയിലാണ്. ഇതിങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു, എനിക്കിഷ്ടമായി. ഇനി എല്ലാ മെയിൻ റിവ്യൂസൊക്കെ ഞാൻ പിന്നെ പറയാം. നമുക്ക് കുറേ അൺബോക്സ് ചെയ്യാനുണ്ട്, സോ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിലും ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതും മാർസിൻ്റെ തന്നെയാണ്. മാർസിൻ്റെ ലിപ്പ് ലൈനർ, മാർസിൻ്റെ ഷുഗർ റഷ് ബ്ലഷാണിത്. ഇത് ഷെയ്ഡ് വന്നിട്ട് എക്സോട്ടിക് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതിൽ 05 ബ്ലഷിൽ. എന്തൊരു ക്യൂട്ടാ. നിങ്ങൾക്ക് എത്ര കാണാൻ പറ്റില്ല, ഞാൻ ഓപ്പൺ ചെയ്യാം. ഭയങ്കര പിങ്കാ. ഭയങ്കര പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പിങ്കാവെന്ന് വിചാരിച്ചില്ല. ഇതാണ് ശരി. ബട്ട് ബ്ലെൻഡ് ചെയ്താൽ നല്ല നല്ല നീറ്റായിട്ട് വരുന്ന ഷെയ്ഡാണ്. സോ ഇതാണ് നെക്സ്റ്റ് ബോക്സ്. ഇത് ഞാൻ ഭയങ്കരമായിട്ട് റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. എനിക്കറിയാം അത് നല്ല അടിപൊളി തന്നെയാണ്. എന്നാലും നമ്മൾ യൂസ് ചെയ്ത് നോക്കാതെ റിവ്യൂ പറയുന്ന യൂസ് ചെയ്ത് എനിക്ക് എത്രത്തോളം അടിപൊളിയാണ് തോന്നുന്നത് മാത്രമേ ഞാൻ റിവ്യൂ ചെയ്യുള്ളൂ. ഇത് നമ്മളുടെ സ്റ്റേജിൻ്റെ ലിപ്സ്റ്റിക് ആൻഡ് ലിപ് ഗ്ലോസ് വരുന്നത്. നമുക്ക് നല്ല പ്രീമിയം പാക്കേജിങ്ങാണ്. ഇതും ഞാൻ 2 ഷെയ്ഡ്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഐ ആം ഹാപ്പി ആൻഡ് ഐ ആം ഷൈ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഷെയ്ഡ്സാണ്. രണ്ടും ഒരു ബ്രൗൺ കൈൻഡ് ഓഫ് ആണ്. സ്റ്റേജിൻ്റെ തന്നെ. പിന്നെ ഞാൻ സ്റ്റേജിൻ്റെ 2 ലിപ് ഷെയ്ഡ്സ് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് ഓൾറെഡി സ്റ്റേജിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രീ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിതാണ്. ആൻഡ് ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡല്ല സാഡ്ലി. കാരണം ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഷെയ്ഡ് നമ്പർ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നല്ല ലിപ്സ്റ്റിക്കാണ്. അതായത് ഇതിൽ 12 hour മാറ്റ് ട്രാൻസ്ഫർ പ്രൂഫ് ലിക്വിഡ് ലിപ്സ്റ്റിക് എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. ബട്ട് അത്രയും ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ ലിപ്പിൽ നിന്നൊന്നും ലിപ്സ്റ്റിക്ക് പോവാത്ത ആളാണ് ഞാൻ. ഏത് ലിപ്സ്റ്റിക്ക് ഇട്ടാലും പോവാത്ത. പക്ഷെ ഇത് പോകുമെന്നല്ല, കണ്ടോ, നോട്ട് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഇത് ഗിഫ്റ്റ് കിട്ടിയത് സ്റ്റേജിൻ്റെ കൂടെ. ഓക്കെ, ഇതാണ് ഈ ഷെയ്ഡ്. ഞാൻ എങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്നില്ല. ഇനി ചിലപ്പോൾ ലിപ്പ് ലൈനറൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഒന്ന് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ചെയ്യും. എന്തായാലും ബ്ലഷിങ് ബേബ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. സോ നെക്സ്റ്റ് അൺബോക്സ് ചെയ്യാം. ഈ ഹ്യൂജ് ഇതല്ല, നെക്സ്റ്റ് ആണ് ഏറ്റവും ഹ്യൂജ്. സോ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ആൻഡ് ദിസ് വൺ മാസിൻ്റെ ടൂൾസ് ഓഫ് ടൈറ്റൻസ് പറഞ്ഞിട്ടുള്ള ബ്രഷ് സെറ്റാണിത്.
കുറച്ചായി ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള ബ്രഷ് സെറ്റ്സൊക്കെ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് വൺ ഓഫ് ദം. ആൻഡ് മാർസ് എന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ബിക്കോസ് ഞാൻ അത്രയും മാസിൻ്റെ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്ന മാസിനോടുള്ള ഒരു ട്രസ്റ്റ് കാരണമാണ്. ഒരു ഫൗണ്ടേഷൻ ബ്രഷ് ഉണ്ട്, പിന്നെ കൺസീലർ ബ്രഷ്. ഞാൻ എന്തായാലും ഇത് വെച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതാണ് ബ്രഷ് സെറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ചെയ്തിട്ട് റിവ്യൂ പറയാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇതിനെങ്ങാണ്ടോ 800 or 899 അങ്ങനെ ഒരു 1000 ബിലോ റേഞ്ചിലാണ് ഈ ഒരു ബ്രഷസ് വരുന്നത്. സോ ഒരു ഫുൾ മേക്കപ്പ് ചെയ്യാനുള്ള ഒരു ബ്രഷ് സെറ്റ് അതിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ഒരു ഫുൾ മേക്കപ്പ് ചെയ്യണം, ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന. നെക്സ്റ്റ് സെറ്റിംഗ് പൗഡറാണ്. ഇതിന് സോഫ്റ്റ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നല്ലതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ എന്താ ചെയ്യുക. നെക്സ്റ്റ് ഇതും മാസ് തന്നെയാണ്. മാസിൻ്റെ 03 എടുത്തിട്ടുള്ളത് ഹൈ കവറേജ് ഫൗണ്ടേഷൻ. ഇത് ഓൾറെഡി ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന്. ആൻഡ് അത് നന്നായിരുന്നു, നല്ല ഹൈ കവറേജ് ആണുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഷെയ്ഡ് മാച്ച് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഈ 03 വാങ്ങിച്ചിട്ടുള്ള. വേറൊരു ഷെയ്ഡും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാം. മാസിൻ്റെ കുറേ ഫൗണ്ടേഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഒരു ഐഡിയ ഉണ്ട്, അതുകൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് കവറേജുള്ള ടൈപ്പ് ഇതാ. ഷെയ്ഡ് മാച്ച് ആയിരിക്കും വിചാരിക്കുന്നു. കുറച്ചുകൂടെ ഫെയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് എത്രത്തോളം എൻ്റെ ഷെയ്ഡ് മാച്ചാണെന്ന് എനിക്ക് പറയാനറിയില്ല. എന്തായാലും ഞാനിത് വാങ്ങിച്ചു. നല്ല ഹൈ കവറേജാണ്, ഞാൻ ഓൾറെഡി നോക്കി. ആൻഡ് അഗെയിൻ മാസിൻ്റെ കൺസീലർ 05 ആണ് ഷെയ്ഡ്. എനിക്കിഷ്ടം. ഞാൻ എന്തായാലും ടെസ്റ്റ് ചെയ്യുന്നില്ല, ഇതെല്ലാം കൂടെ ടെസ്റ്റ് ചെയ്യാനുള്ള വീഡിയോ ഒത്തിരി ലെങ്ത് ആയിപ്പോയി. അഗെയിൻ മാസിൻ്റെ സിൽഡി മേക്കപ്പ് ഫിക്സറാണ്. ഡ്യൂയി ഫിനിഷിങ്ങിൻ്റെ വാങ്ങിയിട്ടുണ്ട്. ആൽക്കഹോൾ ഫ്രീ ഫോർമുല എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇതാണ് എന്തായാലും പ്രൊഡക്റ്റ്. ഒബ്വിയസ്ലി മേക്കപ്പ് റിമൂവർ. ഇതിൻ്റെ എത്രാമത്തെ ബോട്ടിലാണെന്ന് പോലും എനിക്കറിയില്ല. മേക്കപ്പ് റിമൂവർ ഞാൻ പലതും ട്രൈ ചെയ്തിട്ടുണ്ട്. ദിസ് വൺ ഇതൊരു ഓയിൽ കൺസിസ്റ്റൻസി, ഭയങ്കര ഡ്രൈ ആക്കാതെ കുറച്ചൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഫോർമുലയാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ച് ഇത് ഒന്നുകൂടെ റിസ്റ്റോക്ക് ചെയ്ത്. ചെറിയ റേറ്റേ ഉള്ളൂ, ഒരു 200 ബില്ലോ ഉള്ളൂ ഇതിന് റേറ്റ് വരുന്നുള്ളൂ. ദിസ് വൺ. നെക്സ്റ്റ് ഇതെല്ലാം മാർസ് തന്നെയാണ് കേട്ടോ. ഇത് മാസിൻ്റെ പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചത്, ലൈക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചത്. ഇതൊക്കെ എന്തായാലും ഞാൻ യൂസ് ചെയ്യും. ക്യൂട്ടായിട്ടുള്ള ഒരു ഗ്ലിറ്റർ ലൈനർ, ഗ്ലിറ്റർ ഐ ഷാഡോ.
വെനില എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്, അത് 07. നല്ല അടിപൊളിയായിരിക്കും. സൂപ്പർ. ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ കാണിച്ചു തരുന്നത്. ഓക്കെ, ഞാനിതെടുത്തു. എൻ്റെ മാസിൻ്റെ ഒരു കാജൽ ഡെസേർട്ട് ഡസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂഡ് പെൻസിലാണ്. ഇത് നമുക്ക് ഇതിങ്ങനെയാണ് പാക്കേജിങ് വരുന്നത്. ആൻഡ് ഈ പാക്കേജിങ്ങിൽ നമുക്കൊരു ഷാർപ്പനറും ദെൻ ആ ഒരു ന്യൂഡ് കാജലോ അപ്പോൾ നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. റിവ്യൂസ് ഒക്കെ പിന്നെ പറയാം. എഡ്ജ് ഓഫ് ഡിസയർ എന്ന് പറഞ്ഞിട്ടുള്ള മഡി ബ്രിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ലിപ് ലൈനർ, അതും മറ്റേതും കൂടെ ഞാൻ ഒരുമിച്ച് വാങ്ങിച്ചു. ഇതും പിന്നെ ഇത് ഐബ്രോ പെൻസിലാണ്, ഇതും മാസിൻ്റെ തന്നെ. ആൻഡ് ദെൻ മാസിൻ്റെ തന്നെ കളർ ബം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ് ഷെയ്ഡാണ്. ഇത് ഷെയ്ഡ് ബർഗണ്ടിയാണ് വരുന്നത്, നല്ല റെഡ് ബർഗണ്ടിയാണ്. സോ ഐ എം സോ എക്സൈറ്റഡ് ടു യൂസ് ദിസ് വൺ ബിക്കോസ് ഞാൻ ഇങ്ങനത്തെ ഷെയ്ഡ്സ് യൂസ് ചെയ്യലില്ല. ഞാൻ കുറച്ചൊരു ബ്രൗൺ, അതുപോലെ കുറച്ചൊരു ന്യൂഡ്, അങ്ങനത്തെ ടൈപ്സേ പോവാറുള്ളൂ. സോ നമുക്കിത് നോക്കാം. ഷെയ്ഡ് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു. ഷെയ്ഡ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, കൊള്ളാം, യൂസ് ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഫ്രം ദിസ് പാക്കേജ്, മോസ്റ്റ് വെയ്റ്റ്. ഡോട്ട് ആൻഡ് കീനെ കുറിച്ചിട്ട് ഞാനൊരു കാര്യം, ദേ നോ ഹൗ ടു സ്പോയിൽ അസ്, ഹൗ ടു നമ്മളെങ്ങനെ വല വീശി പിടിക്കുന്ന ഇവർക്ക് നേരെ അറിയാം. അത്രയും ക്യൂട്ട് പാക്കേജിങ്ങിലാണ് ഇവർ പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യുക. നമ്മളിതിലങ്ങ് മെൽറ്റായി പോകും. ഡോട്ട് ആൻഡ് കീൻ്റെ കുറേ പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെ വല്ലാതെ മേക്കപ്പ് യൂസ് ചെയ്യാത്ത ആളായിരുന്നു, ബട്ട് ഇപ്പോൾ ക്യാമറയിൽ വരുമ്പോൾ ഞാൻ മേക്കപ്പ് ഇടാറുണ്ട്. സോ മേക്കപ്പ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മേക്കപ്പ് നിങ്ങൾ എങ്ങനെ ഇടുന്നു എന്നുള്ളത് മാത്രമല്ല, മേക്കപ്പ് നിങ്ങൾ എങ്ങനെ റിമൂവ് ചെയ്യുന്നു എന്നുള്ളത് കൂടി വളരെ ഇമ്പോർട്ടൻറ്റ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ലെൻസിങ് ബാം ഓർഡർ ചെയ്തിട്ടുള്ളത്. സോ ഇതത്ര ഡ്രൈ ആക്കില്ല, എന്നെ ഡോട്ട് ആൻഡ് കീ ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ചെയ്യില്ല എന്ന് എനിക്കൊരു ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബോക്സ് മിക്സ് ഇസ് ഓവർ ഓൾ ഓവർ. This is literally very heavy. ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, തുലിപ്സിൻ്റെ വൈബ്സാണ്, വെറ്റ് വൈബ്സാണ്, ഒരു നോർമൽ വൈബ്സാണ്. കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നത്, നല്ല അടിപൊളി, നമ്മൾ വർക്കിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് വൺ റീകോഡിൻ്റെ പെർഫെക്റ്റ് ഗ്രിപ്പ് സ്പ്രേയാണ്. ഇതും ഒരു എക്സ്ട്രാ നറിഷിങ് തരാൻ ഭയങ്കര, ഇതും യൂസ് ചെയ്യുന്നതാണ്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര റിസൾട്ടാണെന്നൊന്നും പറയുന്നില്ല, ബട്ട് ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കിനൊരു സാറ്റിസ്ഫാക്ഷനാണ്. ആൻഡ് നൈക്കിൻ്റെ ഒരു കോമ്പാക്ട്, ലോറിയൻ്റെ ഇൻഫാലിബിൾ 3 seconds setting mist. This is so good. Absolutely nothing, ഒന്നും പറയാനില്ല. ബ്ലൂ ഹെവൻ്റെ ഒരു ഫിൽറ്റർ ഫ്ലോലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറം പ്രൈമറാണ്. ഇതും നല്ലതാണ്, നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്മെല്ലാണ് നമുക്ക് ഇത്
ഇതും നല്ലതാണ്, ഇത് നല്ല പ്രൊഡക്റ്റാണ്. ഇതും ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. പിന്നെ കുറച്ചൊരു ഡോവിൻ്റെ ഒരു ബോഡി വാഷാണ്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് വാങ്ങിച്ചത്. ആൻഡ് ദിസ് വൺ സിമ്പിളിൻ്റെ ഫേസ് വാഷ്. ഇതും നല്ലതാണ്, അഫോർഡബിൾ റേഞ്ചിൽ ഒരു നല്ല ജെൻറ്റിൽ ക്ലെൻസറാണ്, ഫേസ് വാഷാണ്. നിങ്ങൾ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത്രയും നല്ലതാണ്, ഒട്ടും ഡ്രൈ ആക്കില്ല, പിന്നെ സ്മെല്ല് അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. ഭയങ്കര കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. ആൻഡ് ദെൻ ELF-ൻ്റെ ഒരു ലിപ് ലാക്വർ, അതായത് ലിപ് ഗ്ലോസ് ആണിത്. ഇതെൻ്റെ സെക്കൻഡ് പർച്ചേസാണ്. ഇതും നല്ലതാണ്. ഇത് ഇൻസൈറ്റിൻ്റെ ഒരു മേക്കപ്പ് ഫിക്സറാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത്. ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ചെയ്ത് കാണിച്ചാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഫൈനലി അല്ല, അഗെയിൻ മാർസിൻ്റെ ലിപ് ക്രയോൺ. ഇത് എത്രത്തോളം പോപ്പുലറാണെന്ന് ചോദിച്ചാൽ ഇത് അത്രത്തോളം പോപ്പുലറാണ്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. ആൻഡ് ഷെയ്ഡ് ഗേൾ പവർ. ഇതും ഗേൾ പവർ എന്നുള്ള മാർസിൻ്റെ ക്രയോൺസ് ലിറ്ററലി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ക്രയോണാണ്, ഷെയ്ഡാണിത്. ഇതും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സിമ്പിൾ തന്നെ ഹൈഡ്രേറ്റിംഗ് ലൈറ്റ് മോയ്സ്ചറൈസർ, അതായത് നമുക്ക് ഒട്ടും ഡ്രൈ ആവാതെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ലാതെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ആൻഡ് നല്ല ഹൈഡ്രേഷനൊക്കെ തരുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് ആണ്, ഫാസ്റ്റ് അബ്സോർബിങ് ആണ്, ഭയങ്കര കൈൻഡ് ടു സ്കിൻ ഇവർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലതാണ്, നല്ലൊരു മോയ്സ്ചറൈസറാണ്. എഗെയിൻ മാസിൻ്റെ ഇല്ലുമിനാറ്റി ബേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലോയി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഇത് പിങ്ക് ബീൻ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാം, പ്രൈമറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പ്രൈമറായിട്ട് യൂസ് ചെയ്യാം, ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാം എന്നൊക്കെ ഒരു പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത് ഓപ്പൺ ചെയ്തിട്ട് നോക്കിയിട്ടില്ല. നോക്കാം, ട്രൈ ചെയ്തിട്ട് പറയാം. ആൻഡ് ജസ്റ്റ് ഒരു ഇൻസൈറ്റിൻ്റെ ഐലൈനർ വാങ്ങിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ബ്രൈഡ്സിന് നമ്മൾ ഫുൾ ഹൈ എൻഡ് വാങ്ങി നമുക്ക് ഈ ബ്രാൻഡ്സ് ഒന്നും നമ്മൾ തീരെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. സോ നമുക്കിതിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമാണ്, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ദെൻ അഗെയിൻ മാസിൻ്റെ മസ്കാരയാണ്. ഹൗ ഇറ്റ്സ് ലുക്സ് ആൻഡ് ട്രൈ ചെയ്തിട്ടില്ല. ഇതാണ് 250 ആ റേഞ്ചിൽ വരുന്നതാണ്. ആൻഡ് ഡവിൻ്റെ ഒരു കണ്ടീഷണർ, ഇത് എത്രാമത്തെ ബോട്ടിലാണ് എൻ്റെന്ന് എനിക്ക് പോലും അറിയില്ല. അത്രാമത്തെ ബോട്ടിലാണ്. ബോത്ത് നമ്മളുടെ ബ്രൈഡ്സിനാണെങ്കിലും പേഴ്സണൽ യൂസിനാണെങ്കിലും ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് PACയുടെ അക്വാ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോയ്സ്ചറൈസർ. ദിസ് ഈസ് ഹൗ ഇറ്റ്സ് ലുക്ക്. ഇതൊന്നും പറയാനില്ല, 100/100 ആണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, ഭയങ്കര വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബെസ്റ്റ് മോയ്സ്ചറൈസറാണ്. ആൻഡ് ദിസ് വൺ, ഇത് ഇൻസൈറ്റിൻ്റെ ബ്ലഷാണ്. ഇതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതും നല്ലതാണ്. സ്ട്രോബെറി സമ്മർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്.
നല്ല ഷെയ്ഡാണ്, നല്ല ലാസ്റ്റിങ്ങാണ്, ഭയങ്കര അഫോർഡബിളാണ്, സൂപ്പർ അഫോർഡബിളാണ്. ഇതിൽ 115 ഇതിന് റേറ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്കതിലും അത്രയോ അഫോർഡബിളായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അടിപൊളിയാണ്. ആ വേർത്തിന് എക്സ്ട്രാ വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇൻസൈറ്റിൻ്റെ ബ്ലഷ്, ഇത് സ്ട്രോബെറി സമ്മർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഹിയറിസ് ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റേജിൻ്റെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ലിപ് ഷെയ്ഡ്. ഇതാണ് ഷെയ്ഡ് നമ്പർ 05 ആണ്. ഇത് ഞാൻ യൂസ് ചെയ്തത്. ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ്, ഭയങ്കര തിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യൂല ലിപ്പിൽ. ആൻഡ് അടിപൊളിയാണ്, നൈസാണ്. ഞാൻ പറഞ്ഞില്ലേ മാസിൻ്റെ ഒരു ഷെയ്ഡും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ഇത് 04 മറ്റേത് 03 ആയിരുന്നു. ഈ 04 കുറച്ച് ഡാർക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 03 എനിക്ക് ഓർഡർ ചെയ്തത്. സോ ഏതാണ് വർക്ക് ആവാന്ന് അറിയില്ല, നോക്കാം. പിന്നെ ഒരു സിസ് ബ്യൂട്ടിൻ്റെ കാച്ചലാണ്, ഓപ്പൺ ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല. പിന്നെ ഡവിൻ്റെ ഒരു ഷാംപൂ. ആൻഡ് ദിസ് വൺ പ്ലമ്മിൻ്റെ ബോഡി ലവിങ് വാനില ക്യാരമലോ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷനാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ സ്മെല്ലാണ്, സോ ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ ഇത് അൺബോക്സ് ചെയ്തിട്ടില്ല, ഇത് ഓൾറെഡി എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയുന്നത്. ദിസ് വൺ. ആൻഡ് ഇത് മെബിലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. മെബിലിൻ്റെ സൂപ്പർ സ്റ്റേ വിനൈൽ ലിങ്കിൽ വരുന്ന ഷെയ്ഡാണ്. ഇതിൽ ഷെയ്ഡ് വന്നിട്ട് സ്വീറ്റ് ആൻഡ് സോ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഒരു ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഇത്. ഐ മീൻ ഗ്ലോസി ആണ്, എന്നാൽ നമുക്ക് ഭയങ്കര തിക്കായിട്ടുള്ള ഗ്ലോസി അല്ല, ഭയങ്കര നൈസായിട്ടുള്ളൊരു ഗ്ലോസി ലിപ്സ്റ്റിക്കാണ് ഈ ഒരു എഡിഷനിൽ വരുന്നതെല്ലാം. ആൻഡ് ഇതിന് വേറെ ഇറസിസ്റ്റബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ട്. സ്വീറ്റ് ആൻഡ് സോർ ആണ് ഇത്. 190 ആണ് ഷെയ്ഡ് നമ്പർ. ഇതിന് റേറ്റ് ഉണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ബട്ട് 500 എബോവ് എന്തായാലും റേറ്റ് ഉണ്ട്. ആൻഡ് ദെൻ അഗെയിൻ മാസിൻ്റെ ഒരു മിനി ഐ ഷാഡോ പാലറ്റാണ്. ഡാൻസ് ഓഫ് ജോയ് എന്നാണ് ഷെയ്ഡ് നമ്പർ. അഫോർഡബിൾ റേഞ്ചിൽ ട്രൈ ചെയ്ത് നോക്കിയത്. ദിസ് ഈസ് ഹൗ ഇറ്റ്സ് ലുക്സ്. ട്രൈ ചെയ്തിട്ടില്ല, ന്യൂ ഞാൻ ട്രൈ ചെയ്യുന്നില്ല, ഇപ്പം ട്രൈ ചെയ്യുന്നില്ല. ഞാൻ ട്രൈ ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ട് കാണിച്ചു. ആൻഡ് അനദർ അഗെയിൻ ലിപ് ഷെയ്ഡ് തന്നെയാണ്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ഷെയ്ഡാണ്. ഞാൻ എൻ്റെ ബ്രൈഡ്സിനാണെങ്കിലും പേഴ്സണൽ യൂസിനാണെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. ലോവേർത്തിൻ്റെ ആണ്. ലോവേർത്തിൻ്റെ ലിക്വിഡ് മോസ് കളക്ഷനിൽ വരുന്ന എഡിഷനിൽ വരുന്ന ഐറിഷ് കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഒരു ബ്യൂട്ടിഫുൾ ഡാർക്ക് പിങ്ക്, ഐ മീൻ ഒരു ബ്രൗൺ ആൻഡ് പിങ്ക് ആ ഒരു കോമ്പിനേഷനിൽ വരുന്നതാണ്. നല്ല അടിപൊളി ഷെയ്ഡാണ്. So we are done with whole unboxing. and ഇത് വെച്ചിട്ടുള്ള മേക്കപ്പ് ട്യൂട്ടോറിയൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് അത് വാച്ച് ചെയ്യാം. ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ബെല്ലൈക്കണും കൂടി എനബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് അപ്പോൾ കാണാം. സോ ഇതാണ് നമ്മളുടെ ഒരു പരിപാടി, മൊത്തത്തിലുള്ളൊരു പരിപാടി ഇതാണ്. ഐ മീൻ മേക്കപ്പ് അൺബോക്സിങ്, യൂസ് ചെയ്യുക, റിവ്യൂ പറയുക, മേക്കപ്പ് ചെയ്യുക, അതൊക്കെയാണ് നമ്മളുടെ ഒരു മൊത്തത്തിലുള്ളൊരു ഹോബി. സോ ദിസ് ഈസ് വാട്ട് ഐ ആം, ഹൂ ഐ ആം. അതായത് ഞാൻ എന്താണ് ചെയ്യുന്നതെന്നെല്ലാം ഈ ഒരു ലെവലിലാണ് പോകുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കൂടാം. ഓക്കെ, സോ ഇന്ന് ഇത്രയും അൺബോക്സിങ്. ഇനി ഇതെല്ലാം എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് റിവ്യൂ തരാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ ഇനിയൊരു 2-3 പാക്കേജും കൂടി വരാനുണ്ട്. അതുവരെ ഇതിനെല്ലാം കൂടെ വെച്ച് നിർത്തി ഇവിടെ നിൽക്കാനുള്ളൊരു പേഷ്യൻസ് എനിക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇപ്പം തന്നെ അൺബോക്സ് ചെയ്ത് ഈ പറഞ്ഞതെല്ലാം ഇപ്പം തന്നെ അൺബോക്സ് ചെയ്ത് കാണിച്ചു തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊഡക്ട്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസും എല്ലാം ഞാൻ പറയുന്നുണ്ട്. നമുക്കൊരു മാസിൻ്റെ മാത്രം മേക്കപ്പ് ലുക്ക്
ക്രിയേറ്റ് ചെയ്യണം. അതിനാണ് ഇത്രയും മാസത്തിൻ്റെ പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതുവരെ കണ്ടു നിന്നവർക്കെല്ലാം ഗുഡ് നൈറ്റ്. സോറി, ഇപ്പോൾ നൈറ്റാണ്, അതുകൊണ്ടാണ് ഗുഡ് നൈറ്റ് പറയുന്നത്. ഞാനിത് അപ്ലോഡ് ചെയ്യുക എപ്പോഴാണെന്ന് പോലും എനിക്കറിയില്ല. അത്രയേ ഉള്ളൂ. ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേ. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്. സോ അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.